ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങളുടെ മാമാട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി വയലികുളങ്ങരയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ ഞാനും 3 നാത്തൂന്മാരും കുട്ടിയും ഒക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് തിരിച്ച്. ഇത് കുഞ്ഞു വാവ എൻ്റെ മൂത്ത നാത്തൂൻ്റെ മോനാണ് കേട്ടോ. അവൻ്റെ മടിയിലിരുന്ന് ഇങ്ങനെ മാമനെ നോക്കിക്കൊണ്ടിരിക്കുക. മാമനെന്ന് പറഞ്ഞാൽ അവന് ജീവനാണ്. മാമനെ കണ്ട പിന്നെ അവന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോണ്ട വഴിയിൽ എൻ്റെ മോനെയും എൻ്റെ ചേട്ടൻ്റെ മാമാട്ടിയുടെ ബർത്ത്ഡേക്കാണല്ലോ പോകുന്നത്. അവർ രണ്ടും കൂടി ഇതാണ് എൻ്റെ അമ്മ ആണെന്നുണ്ടെങ്കിൽ കപ്പയൊക്കെ അരിഞ്ഞ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുക. ഞാനാണ് ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കുകയാണ്. അതിനിടയ്ക്ക് ഞാൻ തക്കാളിയും ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കൂടി ഞാൻ അടുപ്പത്ത് വഴറ്റാൻ വെച്ചേ. അമ്മയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകും. അമ്മ പിന്നെ എല്ലാ ഹെൽപ്പും ചെയ്തു തരാറുണ്ട് കേട്ടോ. എനിക്ക് 3 നാത്തുമാരുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ താളം തുള്ളി എല്ലാം ഒന്ന് നോക്കി ഇളക്കി ചുമ്മാ ഒന്ന് പോവും. എന്താ ഇവിടെ നടക്കുന്നതെന്നൊന്ന് നോക്കും, വെന്തോന്ന് നോക്കും, പോവും. കഴിക്കാൻ സമയമാകുമ്പോൾ എന്തായാലും ചേട്ടൻ്റെ ഭാര്യ ആയുർവേദ നേഴ്സാണ്. അപ്പോൾ ലീവ് കിട്ടിയില്ല. ഓണത്തിലേക്ക് വരാമെന്ന് വിചാരിച്ചിരിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ തയ്യാറാക്കി വെക്കേണ്ടി വന്നത്. അല്ലായിരുന്നെങ്കിൽ ഞങ്ങൾ വരുമ്പോഴത്തേക്ക് അവിടെ എല്ലാ ഫുഡും റെഡിയാക്കി വെക്കാറാണ് പതിവ്. ചിക്കൻ തിളയ്ക്കുന്ന ഒരിടത്ത് പായസം വെക്കുന്നു. ഞങ്ങളുടെ ഡാൻസ് Happy birthday to you. Happy birthday to you. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടോ കുഞ്ഞാവയ്ക്ക് കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുഞ്ഞുവാവയും എൻ്റെ മോൻ മോനൂസും മാമാട്ടൻ്റെ പപ്പായും മാമാട്ടൻ്റെ അച്ചാമ്മയൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അമ്മയില്ലാത്തതിൻ്റെ സങ്കടമുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, ചെറിയൊരു സമ്മാനം ഞങ്ങൾ കരുതിയിട്ടുണ്ട് അവൾക്ക് വേണ്ടിയിട്ട്. എല്ലാവരും അവരുടേതായ ചെറിയ ചെറിയ സമ്മാനങ്ങൾ അവൾക്ക് കൊടുത്തു. അപ്പോൾ അവളുടെ കുഞ്ഞുമുഖത്തുണ്ടാകുന്ന സന്തോഷങ്ങൾ കണ്ടിട്ട് ഞങ്ങൾക്കും സന്തോഷമായി. അങ്ങനെ അവളുടെ സന്തോഷത്തിൻ്റെ മധുരം എല്ലാവർക്കും അവൾ പങ്കിട്ട് കൊടുത്തു. ഇതാണ് ഞങ്ങളുടെ ഒരേ ഒരു പെൺകുഞ്ഞ്. നല്ല കിളിക്ക് കുട്ടിയാണ് കേട്ടോ. വർത്താനം പറയുന്നതൊക്കെ കേൾക്കാൻ എന്ത് രസമാണെന്നറിയാമോ. അവളുടെ പപ്പായും അമ്മയും കൂടി കൊടുത്തൊരു ചെറിയ സർപ്രൈസാണ് കേട്ടോ, ചെറിയൊരു കാറ്. അങ്ങനെ അത് കണ്ടപ്പോഴത്തേക്ക് മോനൂസിനും അവൾക്കും കുഞ്ഞാവയ്ക്കും എല്ലാം സന്തോഷമായി. അങ്ങനെ ഓടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് അധികം സബ്സ്ക്രൈബേഴ്സ് ഒന്നും ആയിട്ടില്ല കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് സഹായിക്കണം, ഷെയർ ചെയ്യണം. ഇനി ഒരുപാട് വീഡിയോ ആയിട്ട് വരുന്നതാണ് കേട്ടോ.